കേരള ഗവൺമെന്റിനെ കൊണ്ട് ഒരു കാര്യവും ഇവിടെ നടത്തുവാൻ അവർക്ക് കഴിയില്ല. അവർ അത്രയും ഒരു എന്താ പറയാ ഒരു പരിഷ്കൃത സമൂഹവും കേരളത്തിൽ നിന്ന്, കേരള ഗവൺമെന്റിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ച് മുന്നോട്ട് വരുന്നില്ല. കാരണം ഇങ്ങനെ എന്താ പറയാ അത്രയും ദുർബലമായ ഒരു സർക്കാർ, ഒരു പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ കഴിയാത്ത ഒരു സർക്കാർ, ഒരു സൗകര്യവും പ്രയോജനപ്പെടുത്താൻ കഴിയാത്ത ഒരു സർക്കാർ, കാലഹരണപ്പെട്ട സർക്കാരാണ് കേരളത്തിൽ. 1/4 നൂറ്റാണ്ട് പിറകിലാണ് പിണറായി വിജയനും AK ശശീന്ദ്രനും എല്ലാം സ്ഥാനം. ഇവർ ഈ ലോകത്തൊന്നുമല്ല ഇപ്പോൾ ജീവിക്കുന്നത്. 25 കൊല്ലം മുമ്പുള്ള രാഷ്ട്രീയ നേതാക്കന്മാരാണ് ഇവർ. ഇവർക്ക് ഒന്നിനെപ്പറ്റി യാതൊരു ധാരണയില്ല. ആനകളെ എങ്ങനെ സംരക്ഷിക്കണം, വന്യജീവികളോട് എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കൂട്ടറല്ല ഇവിടെ ഉള്ളത്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിരിക്കുകയാണ് AK ശശീന്ദ്രന്റെയും പിണറായി വിജയന്റെയും എല്ലാം. കാലഹരണപ്പെട്ടിരിക്കുകയാണ്. ഒരു പഴഞ്ചൻ യുഗത്തിലാണ്, 1/4 നൂറ്റാണ്ട് മുമ്പുള്ള കേരളത്തിലാണ് ഇവർ ജീവിക്കുന്നത്. ഇവർക്ക് പുതിയ കാലത്തെക്കുറിച്ച് ഒന്നും തന്നെ യാതൊരു ധാരണയുമില്ല. ഇങ്ങനെയുള്ള ഒരു നേതൃത്വത്തെ ചുമക്കേണ്ട ഗതികേടിലാണ് കേരളത്തിലെ ജനങ്ങളുള്ളത്. മറ്റെല്ലാ സംസ്ഥാനങ്ങളും പുതിയ കാര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഇവരിപ്പോഴും പഴഞ്ചൻ നിലപാടുകളുമായിട്ട് ഇവരെയൊക്കെ വെച്ചിട്ട് എങ്ങനെ സർവകക്ഷി യോഗമല്ല എന്ത് വിളിച്ചിട്ട് എന്താ കാര്യമുള്ളൂ? രാഹുൽ ഗാന്ധിയാണ് അവിടുത്തെ MP. ആണ്ടിനും സംക്രാന്തിക്കും മാത്രമാണ് അയാളെ കാണുന്നത്. വന്നാൽ തന്നെ നിൽക്കാൻ സമയമില്ല. 2 പൊറോട്ട കഴിച്ചിട്ട് അയാൾ പോവാണ്. ഇങ്ങനെ ഒരു ജനപ്രതിനിധിയെ കൊണ്ട് എന്താണ് കാര്യം? വയനാട് ആസ്പിറേഷണൽ ജില്ലയാണ്, ഞാൻ ചുമ്മാ പറയുന്നതല്ല. ആസ്പിറേഷണൽ ഡിസ്ട്രിക്റ്റാണ് വയനാട് എന്ന് പറഞ്ഞാൽ 150 പിന്നോക്ക ജനവിഭാഗങ്ങൾ താമസിക്കുന്ന വികസനം അതിവേഗത്തിൽ നടപ്പാവേണ്ട കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച 150 ആസ്പിറേഷണൽ ഡിസ്ട്രിക്റ്റിൽ ഒന്നാണ്. ഈ മനുഷ്യൻ ഇന്നേ വരെ ഒരു മീറ്റിങ്ങിന് പോലും വന്നിട്ടില്ല. ഒരു MP എന്നുള്ള നിലയിൽ ഇന്നേ വരെ ആസ്പിറേഷണൽ ഡിസ്ട്രിക്റ്റിന്റെ ഒരു യോഗത്തിലും രാഹുൽ ഗാന്ധി പങ്കെടുത്തിട്ടില്ല. സ്മൃതി ഇറാനി, കേന്ദ്ര മന്ത്രി സ്മൃതി ഇറാനി 2 തവണ അവലോകന യോഗത്തിന് വയനാട് കലക്ടറേറ്റിൽ വന്നു. 2 തവണ ആസ്പിറേഷണൽ ജില്ലയുടെ പുരോഗതി വിലയിരുത്താൻ 2 തവണ സ്മൃതി ഇറാനി വയനാട് ജില്ലയിൽ വന്നു. ഒരൊറ്റ യോഗത്തിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്തില്ല. എന്തിനാണ് ഇയാളെയൊക്കെ MP ആക്കി വെച്ചിരിക്കുന്നത്? വയനാട്ടുകാരുടെ ഏതെങ്കിലും ഒരു പ്രശ്നം രാഹുൽ ഗാന്ധി അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്? അയാൾക്ക് അറിയോ? ഈ ഗതികേടിലാണ് കേരളം നിൽക്കുന്നത്. ഇനിയും രാഹുൽ ഗാന്ധിയെ പോലെ ആളുകളെ ചുമന്ന് നടക്കാൻ മലയാളികൾ തയ്യാറായാൽ അത് വലിയ ശാപമായിരിക്കും കേരളത്തിൽ.